നമസ്കാരം, ക്ലിക്ക് വ്യൂ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് 5-6 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ഇൻട്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇപ്പോൾ നമ്മൾ ബ്രൗസറിനകത്ത് ക്ലിക്ക് മേക്കർ 3 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാൻസോയിഡിൻ്റെ ഒരു സൈറ്റ് കാണാൻ സാധിക്കും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് ക്ലിപ്പ് മേക്കർ, ബാക്ക്ഗ്രൗണ്ടർ, പിന്നെ വീഡിയോ എഡിറ്റർ. അപ്പോൾ 3 വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത്. കാരണം ഇതിന് അഡ്വാൻറ്റേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് ഏകദേശം 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ക്ലിപ്പും അതല്ലെങ്കിൽ വീഡിയോസ് എഡിറ്ററൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ ഒരു ക്ലിപ്പ് മേക്കറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്, അതിൻ്റെ കണ്ടൻറ്റ് കണ്ടറിയാം നിങ്ങൾ എന്ത് ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ അതിനകത്ത്. ഇപ്പം നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറയാം, ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സാമ്പിൾ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ലോഡായി വരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനകത്ത് ഒരു ഐയുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ടെംപ്ലേറ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ഇതോട് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ടെംപ്ലേറ്റാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ക്യൂബിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക, എവിടെയൊക്കെ ടെക്സ്റ്റ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മളിതിനകത്ത് കാണിച്ചിരിക്കുന്നത് നെയിം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം നമ്മുടെ ചാനലിൻ്റെ നെയിമോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അതിന്. ഇപ്പോൾ ഞാനിവിടെ നെയിമാണ് ഉള്ളത്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു വിൻഡോ 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആവും. ഇതിനകത്ത് നെയിമിൻ്റെ അവിടെ ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ ചാനലിൻ്റെ പേര്, ഇപ്പം ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പോൾ ക്ലിക്ക് വ്യൂ മീഡിയ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സേവ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് ആയിട്ടില്ല. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പുറത്തുള്ള ഫീൽഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫോണ്ടിൻ്റെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സേവ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ഇതിൽ 4 സ്ഥലത്തോളം ഇതിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ട്. 4 സ്ഥലത്ത് നമ്മൾ ഈ പേര് റീപ്ലേസ് ചെയ്യണം. നെയിം എന്നുള്ളത് റീപ്ലേസ് ചെയ്യണം, ക്ലിക്ക് വ്യൂ മീഡിയ ആക്കി മാറ്റണം. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ടെക്സ്റ്റും ഇപ്പോൾ 4 സ്ഥലത്ത് നമ്മൾ ഇതേപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോണ്ട് അല്ല മറ്റുള്ള കാര്യങ്ങൾ, സ്പേസ്, ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെ ക്യാപിറ്റൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, യുണീക്കായിരിക്കണം. അതായത് കൊടുക്കുന്ന രീതിയിൽ ഒരേ രീതിയിലായിരിക്കും കൊടുക്കേണ്ടത്. അതെല്ലാം നമ്മൾ വേറെ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരേ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വേറെ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ സ്പേസ് ഇട്ട് എക്സ്ട്രാ ക്യാപിറ്റൽ സ്മാൾ ഉപയോഗിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവുമ്പോൾ നമുക്കതിൽ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിനകത്ത് ഫോണ്ടും കാര്യങ്ങളൊക്കെ ബിഗ് ആയത് കാരണം ഒരു ഫ്രെയിമിനകത്ത് ഒതുങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തിരിച്ച് ഇതേപോലെ ഓരോ ടെക്സ്റ്റിനകത്തായി പോയിട്ട് ഇവിടെ ഫോണ്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹൈറ്റ് നമുക്ക് 10 ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇത്രയും വലിയൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് അവിടെ ഫിറ്റ് ആവും. ഞാൻ എല്ലാ സ്ഥലത്തും ഇതേപോലെ 10 എന്ന രീതിയിൽ മാറ്റാൻ പോവാണ്. നിങ്ങളിവിടെ ഫോണ്ട് എന്തെങ്കിലും മാറ്റുകയാണെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടെക്സ്റ്റിനകത്തും പോയിട്ട് മാറ്റണം. ഇപ്പോൾ ഒരു സൈഡ് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ വീഡിയോ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ സാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇവിടെ തിക്നെസ് കൂട്ടാം, ഒരുപാട് ചേഞ്ചസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മളെല്ലാ സൈഡിലും നമ്മളിത് മാറ്റിയിട്ടുണ്ട്, വേറെ ടെക്സ്റ്റൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺസിൽ പല ഓപ്ഷൻസ് ഉണ്ട്. പെർമനൻറ്റ് മാർക്ക് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പെർമനൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സെൻറ്റർ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എവിടെയാണ് ഈ ടെക്സ്റ്റ് കാണിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ സെൻറ്ററാണ് സാധാരണ ഇട്ടിട്ടുള്ളത്, പക്ഷെ അത് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫോണ്ടിൻ്റെ കളേഴ്സ്. ഇപ്പോൾ ഫോണ്ടിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് കുറച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളേഴ്സ് മാറ്റാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അതായത് എല്ലാ സ്ഥലങ്ങളിലും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അതുപോലെ തന്നെ പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് സീനുകൾ മാറ്റാം, റെസൊല്യൂഷൻസ് ചേഞ്ച് ചെയ്യാം, ലെങ്ത്ത് ചേഞ്ച് ചെയ്യാം, സ്ലോ അപ്പ് ചെയ്യാം, ഫാസ്റ്റ് അപ്പ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരുപാട് എഫക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എക്സ്ട്രാ എഫക്ട്സ് ആഡ് ചെയ്യാം. ഈ സൈഡിനകത്ത് നിങ്ങൾക്ക് ശരിക്കും ഈ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ആരെങ്കിലും ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ട് ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 5-6 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പുതിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഞാൻ വേറൊരു ടെംപ്ലേറ്റ് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഫസ്റ്റ് നമുക്കത് റൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്യുക, പിന്നെ പ്ലേ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒബ്ജക്റ്റിനകത്ത് ടെക്സ്റ്റുള്ള ഫീൽഡുകൾക്ക് റീപ്ലേസ് ചെയ്യാം. എന്തെങ്കിലും പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് വ്യൂ മീഡിയനെ കൊടുക്കാം. ഹൈറ്റ് ഞാൻ ആദ്യം തന്നെ ചേഞ്ച് ചെയ്യാണ്, 10. ഇവിടെ അതേ തന്നെ. ഇപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും കൊടുത്തു. ഇപ്പോൾ താഴെ 2 സ്ഥലങ്ങളിൽ അത് ചോദിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇതേവരെ മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേറെ എവിടെയില്ല. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു അനിമേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. സിമ്പിളായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഇതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ അത് ഡൗൺലോഡ് ആവും. നമുക്ക് ആകെ ഒരു 2-3 മിനിറ്റ് കൊണ്ടാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഈ വീഡിയോ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.